അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ പുതിയ ചാപ്റ്റർ പ്രൊപ്പോർഷൻ അഥവാ അനുപാതം. അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് പഠിക്കാൻ പറ്റിയ ഒരു ചാപ്റ്ററാണ് പ്രൊപ്പോർഷൻ. നമുക്ക് ഓർമ്മയുണ്ടാവും, നമ്മൾ 7ാം ക്ലാസ്സിൽ ഈ റേഷ്യോ എന്ന ഒരു പാഠം പഠിച്ചിരുന്നു അല്ലേ, അതായത് അംശബന്ധം. അപ്പോൾ അവിടെ നമ്മൾ ഒരു അളവും മറ്റൊരു അളവും തമ്മിലുള്ള ബന്ധമാണ് പഠിച്ചത് അല്ലേ. നമുക്ക് ഓർമ്മയുണ്ടാവും, നമ്മൾ അവിടെ ഇഡ്ഡലി എങ്ങനെ ഉണ്ടാക്കുന്നതൊക്കെ പഠിച്ചു. അതായത് 2 കപ്പ് അരി എടുക്കുകയാണെങ്കിൽ 1 കപ്പ് ഉഴുന്നെടുക്കണം അല്ലേ. 2:1 എന്ന അംശബന്ധത്തിൽ നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കുന്ന കാര്യമൊക്കെ അവിടെ വെച്ച് പറഞ്ഞിരുന്നു, ഓർമ്മയില്ലേ. അപ്പോൾ ഇവിടെയും നമ്മൾ ഒരു അളവ്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ പറയുന്നത്. ഒരു അളവ് മറ്റൊരു അളവുമായുള്ള ബന്ധം, അതായത് 2 അളവുകൾ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് തന്നെയാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ എളുപ്പത്തിൽ തന്നെ പഠിക്കാൻ പറ്റിയ ഒരു സിമ്പിളായ ചാപ്റ്ററാണ് പ്രൊപ്പോർഷൻ. അപ്പോൾ ഇങ്ങോട്ട് നോക്കിയാൽ ഞാനിവിടെ 3 ചതുരങ്ങൾ വരച്ചിട്ടുണ്ട് അല്ലേ. ഇപ്പോൾ അതിൽ ആദ്യത്തെ ചതുരത്തിൽ ഇപ്പോൾ നോക്കിയാൽ ചെറിയ ചതുരം, അതിൽ ഈ നീളം ഇപ്പോൾ 2 സെൻറ്റിമീറ്റർ ആണ്. ഇപ്പോൾ അതിൻ്റെ വീതി 1 സെൻറ്റിമീറ്റർ. ഇനി ഇവിടെ നമുക്കൊരു ഒരു നീളം നമുക്കൊരു 12 സെൻറ്റിമീറ്റർ നീളവും ഇതിലൊരു 6 സെൻറ്റിമീറ്റർ വീതിയും. ഇനി നമുക്ക് ഇവിടെ ഈ 3ാമത്തെ ചതുരത്തിന് നമുക്കൊരു 20 സെൻറ്റിമീറ്റർ നീളം, ഒരു 10 സെൻറ്റിമീറ്റർ വീതി. മനസ്സിലായില്ലേ. അപ്പോൾ നമുക്കിവിടെ നോക്കിയേ, ലെങ്ത്ത്, ഇത് നമ്മുടെ ബ്രെഡ്ത്ത്. അതായത് വ്യത്യസ്ത അളവുകളിലുള്ള ചതുരങ്ങളാണ് ഈ കാണുന്നത് അല്ലേ. നമുക്ക് 8 നോട്ടത്തിൽ തന്നെ കണ്ടാലും ഒരേ അളവുകളല്ല. അപ്പോൾ ഇവിടെ നോക്കി, ആദ്യത്തെ ചതുരത്തിൽ ഇപ്പോൾ നീളം ലെങ്ത്ത് 2 സെൻറ്റിമീറ്റർ ആണ്. ഇപ്പോൾ വീതി എത്ര ഉണ്ടായിരുന്നു? 1 സെൻറ്റിമീറ്റർ ആയിരുന്നു അല്ലേ. ഇനി 2ാമത്തെ ചതുരത്തിലോ നീളം 12 സെൻറ്റിമീറ്റർ ഉണ്ട്, വീതിയോ 6 സെൻറ്റിമീറ്റർ. 3ാമത്തേലോ 20 സെൻറ്റിമീറ്റർ, ഇവിടെ വീതി 10 സെൻറ്റിമീറ്റർ. ഇനി ഈ നീളവും വീതിയും തമ്മിലുള്ള റേഷ്യോ, അതായത് അംശബന്ധം, അത് നമ്മൾ 7ാം ക്ലാസ്സിൽ പഠിച്ചാണ് അല്ലേ. ഇപ്പോൾ ഇവ തമ്മിലുള്ള ബന്ധം, അംശബന്ധം നമ്മൾ എഴുതുകയാണെങ്കിൽ ഇപ്പോൾ റേഷ്യോ അംശബന്ധം എഴുതുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, 2:1 അല്ലേ. നീളം വീതി എന്ന് പറയുമ്പോൾ നീളം 2 ആണെങ്കിൽ വീതി 1 അല്ലേ. അപ്പോൾ നമുക്ക് 2:1 എഴുതും. ഇനി ഈ ചതുരത്തിലോ നീളം 12 ആണെങ്കിൽ വീതി എത്ര ഉണ്ടായിരിക്കും? 6 ഉണ്ടായിരിക്കും അല്ലേ. അതായത് 12:6. ഇനി ഈ ചതുരമാണെങ്കിലോ ഇവിടെ 20 നീളമാണെങ്കിൽ വീതി 10, അപ്പോൾ നമുക്ക് 20:10 എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ നമുക്ക് 2:1 അല്ല, അത് നമുക്ക് അതേപോലെ തന്നെ വേറെ ചെറുതാക്കാനൊന്നും പറ്റില്ല. ഇവിടെ നോക്കിയാൽ 12:6, അതിനെ നമുക്ക് ചെറിയ രൂപത്തിൽ എഴുതാൻ പറ്റും അല്ലേ. എപ്പോഴും നമ്മൾ ഇങ്ങനെ എഴുതുമ്പോൾ ഏറ്റവും ചെറിയ സംഖ്യയുടെ രൂപത്തിലാണ് നമ്മൾ എഴുതുക അല്ലേ. അപ്പോൾ നമ്മൾ 12:6 നമുക്ക് എങ്ങനെ ചെറുതാക്കാൻ പറ്റും? ഇതിന് 2നെയും നമുക്ക് എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാം? 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ 12നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 2 കിട്ടി, 6നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 കിട്ടി. അപ്പോൾ നമുക്ക് ഇതിനെ 2:1 എന്ന് എഴുതാം അല്ലേ, ഏറ്റവും ചെറിയ രൂപത്തിൽ എഴുതി. ഇനി ഇവിടെ നോക്കിയേ 20:10, ഇവിടെ നമുക്ക് 2നെയും 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ നമുക്ക് 20നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 2:10നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 1. അപ്പോൾ ഇവിടെ ഈ 3ലും നമുക്ക് റേഷ്യോ എന്ത് തന്നെയാണ് കിട്ടിയത്? 2:1 എന്ന അംശബന്ധം തന്നെയാണ് ഇവിടെ കിട്ടിയത് അല്ലേ. അപ്പോൾ നീളവും വീതിയൊക്കെ വ്യത്യാസങ്ങളാണ്, പക്ഷേ ഇവിടുത്തെ നമ്മുടെ റേഷ്യോ സെയിം ആണ്. ഇനി ഞാനിവിടെ നോക്കിയേ ഒരു സ്ക്വയർ വരയ്ക്കുകയാണ്, ഒരു സമചതുരം വരച്ചു. ഈ സമചതുരത്തിൻ്റെ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു വശം 1 സെൻറ്റിമീറ്റർ അല്ലേ. അപ്പോൾ ഒരു വശം 1 സെൻറ്റിമീറ്റർ ആണെങ്കിൽ എല്ലാ വശവും 1 സെൻറ്റിമീറ്റർ വീതം അല്ലേ. അപ്പോൾ 1 സെൻറ്റിമീറ്റർ വീതം. ഇനി ഇവിടെ നമുക്ക് ഈ വശവും ഇതിൻ്റെ പെരിമീറ്റർ, അതായത് ചുറ്റളവും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണെന്ന് നോക്കാം. ഇത് നമുക്ക് ഒരു വശം, അതായത് ഇപ്പോൾ സൈഡ് ഇതിൻ്റെ അടുത്ത് നമുക്ക് പെരിമീറ്റർ, അതായത് ചുറ്റളവ്. ഇങ്ങോട്ട് നോക്കിയേ, ഇവിടെ നമ്മൾ ഇപ്പോൾ 1 സെൻറ്റിമീറ്റർ ആണ് സൈഡെങ്കിൽ ഇത് സ്ക്വയർ ആണ്. ഇതിൻ്റെ പെരിമീറ്റർ എത്ര ഉണ്ടായിരിക്കും? നമുക്കറിയാം 4 വശം കൂടി കൂട്ടുന്നതാണ് അല്ലേ. അതായത് 4:1. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ 4:1 അല്ലേ, അതായത് 4 തന്നെ. ഇനി നമുക്കിവിടെ ഒരു 2 സെൻറ്റിമീറ്റർ ആണെങ്കിലോ 1 സെൻറ്റിമീറ്റർ 2 സെൻറ്റിമീറ്റർ ആണെങ്കിൽ എന്ത് വരും? ഇവിടെ 4:2 അല്ലേ, അതാണ് ഇതിൻ്റെ ചുറ്റളവ് വരിക, അതായത് 8 സെൻറ്റിമീറ്റർ. ഇനി ഇവിടെ ഒരു 3 സെൻറ്റിമീറ്റർ ആണെങ്കിലോ ഇതിൻ്റെ ചുറ്റളവ് എത്ര വരും? 4 × 3,
അതായത് 12 സെൻറ്റിമീറ്റർ. അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്ത പോലെ ഇതിൻ്റെ ഈ വശത്തിൻ്റെ നീളവും ഇതിൻ്റെ പെരിമീറ്ററും തമ്മിലുള്ള റേഷ്യോ എങ്ങനെ വരും? നമുക്ക് റേഷ്യോ എങ്ങനെ എഴുതാം? 1 സൈഡിൻ്റെ നീളം 1 ആണെങ്കിൽ അതിൻ്റെ പെരിമീറ്റർ ചുറ്റളവ് 4 അല്ലേ? അപ്പോൾ 1:4. ഇവിടെ 2 ആണെങ്കിൽ ചുറ്റളവ് 8, അപ്പോൾ 2:8. ഇനി 3 ആണെങ്കിൽ 3:12 അല്ലേ? അപ്പോൾ 3 വശത്തിൻ്റെ നീളമെങ്കിൽ പെരിമീറ്റർ 12 സെൻറ്റിമീറ്റർ. ഇനി റേഷ്യോ ഒന്ന് നോക്കിയാൽ 1:4 അല്ലേ? ഇവിടെ ആണെങ്കിലോ 2:8. 2:8 എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇതിന് നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 2 അല്ലേ? അതായത് ഇനി 3:12 എന്ന് പറഞ്ഞാലോ ഇതിന് നമുക്ക് നോക്കിയാൽ 3:12 അല്ലേ? നമുക്ക് 2 നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ എന്ത് വരും? 1:12 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 4. അപ്പോൾ ഏറ്റവും ചെറിയ രൂപത്തിൽ നമ്മൾ എഴുതി അല്ലേ? അപ്പോൾ ഇവിടെയും നമുക്ക് എന്ത് തന്നെയാണ് കിട്ടിയത്? 1:4 1:4 അല്ലേ? അപ്പോൾ ഇവിടെ നീളവും വീതിയും ഒരേ അംശബന്ധത്തിലാണ്, 2:1 എന്ന അംശബന്ധത്തിലാണ് എന്ന് പറഞ്ഞ പോലെ തന്നെ ഇവിടെ നോക്കിയേ ഈ സ്ക്വയറിൻ്റെ നീളവും അല്ലെങ്കിൽ ഒരു വശത്തിൻ്റെ നീളവും അതിൻ്റെ ചുറ്റളവും അഥവാ പെരിമീറ്ററും എന്താണ്? ഒരേ അംശബന്ധമാണ് അല്ലേ? 1:4 1:4 1:4. ഇവിടെയാണെങ്കിൽ 2:1 2:1 2:1. അപ്പോൾ ഇങ്ങനെ ഈ അംശബന്ധം ഒരേ അംശബന്ധം അല്ലെങ്കിൽ അംശബന്ധം തുല്യമായി കഴിഞ്ഞാൽ നാം അതിനെന്ത് പറയും? നാം അതിന് പ്രൊപ്പോർഷനാണ് അല്ലെങ്കിൽ അതിനെ ഒരേ അനുപാതത്തിലാണ് എന്ന് നാം പറയും. അപ്പോൾ എന്താണ് അനുപാതം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ നോക്കിയാൽ ഈ റേഷ്യോ സെയിം ആയിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ റേഷ്യോ കോൺസ്റ്റൻ്റ് ആയിക്കഴിഞ്ഞാൽ ഇവിടെ ഇതിൻ്റെ റേഷ്യോ 2:1 2:1 2:1 അല്ലേ? അപ്പോൾ നമുക്ക് എന്തെന്ന് പറയാം? ഇവിടെ നീളവും വീതിയും ഒരേ അനുപാതത്തിലാണ് അല്ലെങ്കിൽ നീളവും വീതിയും പ്രൊപ്പോർഷനാണ്. ഇനി ഇവിടെ നോക്കിയേ ഇവിടെ നമ്മുടെ നീളവും അതായത് ഒരു വശത്തിൻ്റെ നീളവും പെരിമീറ്ററും ഒരേ അംശബന്ധത്തിലാണ് അല്ലേ? അതായത് അംശബന്ധം നോക്കിയേ റേഷ്യോ 1:4 1:4 1:4. അപ്പോൾ ഇങ്ങനെ റേഷ്യോ സെയിം ആയിക്കഴിഞ്ഞാൽ നാം എന്ത് പറയും? അതിനെ ഒരേ അനുപാതത്തിലാണ്. അപ്പോൾ ഇവിടെ സൈഡും പെരിമീറ്ററും ഒരേ അനുപാതത്തിലാണ്, ഇവിടെയോ ലെങ്ത്തും ബ്രെഡ്ത്തും ഒരേ അനുപാതത്തിലാണ്. ഇനിയിപ്പോൾ നോക്കിയാൽ ഈ ചതുരത്തിൽ ഇപ്പോൾ ഈ നീളം 20ഉം ഇപ്പോൾ വീതി ഒരു 15 ആണെന്ന് വിചാരിക്കുക. 15 സെൻറ്റിമീറ്റർ ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ എന്ത് വരും? നീളം 20ഉം വീതി 15 അല്ലേ? അതായത് അപ്പോൾ റേഷ്യോ എന്ത് വരും? 20:15 എന്ന് വരും അല്ലേ? 20:15 എന്ന് പറഞ്ഞാൽ എത്രയാണ്? നമുക്ക് രണ്ടിനെ ഡിവൈഡ് ചെയ്യാൻ എന്തുകൊണ്ടാണ് പറ്റുക? 5 കൊണ്ട് പറ്റും അല്ലേ? അപ്പോൾ 20നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 4, 15നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയ റേഷ്യോ എന്താണ്? 4:3 ആണല്ലേ? ഈ റേഷ്യോ അല്ല. ക്ലിയർ ആയില്ലേ? അപ്പോൾ നമുക്കെന്ത് പറയാൻ പറ്റും? ഇത് അനുപാതത്തിലല്ല. അപ്പോൾ ഇത് ഒരേ അനുപാതമല്ല. പക്ഷേ ഇവ നോക്കിയാൽ ഇവിടെ ലെങ്ത്തും ബ്രെഡ്ത്തും ഒരേ അനുപാതത്തിലാണ്. ഇനി നമുക്ക് ഈ അളവുകളൊക്കെ ഒന്ന് നോക്കിയേ. ഇവിടെ 2 കിട്ടി, ഇവിടെ 1 കിട്ടി അല്ലേ? അതായത് ഇതിൻ്റെ നേർ പകുതിയാണ് 1. ഇവിടെയോ 12 ഉള്ളപ്പോൾ 6, അതായത് ഇതിൻ്റെ പകുതിയാണ്. അതായത് ഇതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് കിട്ടും, ഈ വീതി കിട്ടും. ഇനി ഇവിടെ ഈ നീളത്തിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ നീളം കിട്ടും അല്ലേ? അപ്പോൾ നമുക്ക് ലെങ്ത്തിനെ ഇവിടെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്കിവിടെ ബ്രെഡ്ത്ത് കിട്ടുന്നത്. ഇനി ഇവിടെ നോക്കിയേ, ഇവിടെ ഒരു സൈഡ് 1 സെൻറ്റിമീറ്റർ, ഇവിടെ പെരിമീറ്റർ 4, ഇവിടെ 2 സെൻറ്റിമീറ്റർ 8, 3 സെൻറ്റിമീറ്റർ 12. ഇവിടെ എങ്ങനെയാണ് കിട്ടുന്നത്? ഈ 1നെ 4 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പെരിമീറ്റർ കിട്ടും അല്ലേ? അതായത് 2നെ 4 കൊണ്ട് ഗുണിച്ചപ്പോൾ ഈ ഇവിടുത്തെ പെരിമീറ്റർ കിട്ടി, 3നെ 4 കൊണ്ട് ഗുണിച്ചപ്പോൾ ഈ പെരിമീറ്റർ കിട്ടി. അതായത് ഒരു സൈഡിനെ നാം എന്തുകൊണ്ട് ഗുണിക്കുന്നു? 4 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് എന്ത് കിട്ടി? അതിൻ്റെ പെരിമീറ്റർ കിട്ടി. അപ്പോൾ ഒരു സൈഡിൻ്റെ 4 ഇരട്ടിയാണ് പെരിമീറ്റർ അല്ലേ? അപ്പോൾ ഇവിടെ ലെങ്ത്തിൻ്റെ പകുതിയാണ് ബ്രെഡ്ത്ത്. അതായത് ഇവിടെ ഒരളവ് വേറെ ഒരു അളവിൻ്റെ, അതായത് ഇപ്പം ഈ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് ലെങ്ത്തിൻ്റെ ഒരു ഭാഗമാണ് അല്ലെങ്കിൽ പകുതിയാണ് അല്ലേ? ഇവിടെ പെരിമീറ്റർ സൈഡിൻ്റെ 4 ഇരട്ടിയാണ്. അപ്പോൾ നമ്മളിവിടെ ഇത്ര മടങ്ങാണ് അല്ലെങ്കിൽ ഇത്ര ടൈംസ് ആണ് അല്ലെങ്കിൽ അതിൻ്റെ ഇത്ര ഭാഗമാണ് എന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഇതിനെയാണ് നാം എന്ത് പറയുക? പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് അഥവാ ആനുപാതിക സ്ഥിരം എന്ന് പറയുന്നത്. ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് അതായത് ആനുപാതിക
സ്ഥിരം. അപ്പം എന്താണ് ഈ ആനുപാതിക സ്ഥിരം എന്ന് പറഞ്ഞാൽ? ഇപ്പം നമുക്കിവിടെ രണ്ട് അളവുകൾ നമ്മൾ കമ്പയർ ചെയ്യുന്നത് അല്ലേ? ഇപ്പം നമുക്ക് ഈ അളവ് കിട്ടണമെങ്കിൽ എന്ത് വേണം? ഈ അളവിൻ്റെ പകുതി അല്ലേ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് കിട്ടും. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞത് 1/2 കൊണ്ട് ഗുണിക്കുക അല്ലേ? പകുതി 1/2 കൊണ്ട് ഗുണിക്കുക. അപ്പം അര ഭാഗമാണ് ബ്രെഡ്ത്ത്. ഈ അരയാണ് എന്ത് പറയുക? ആനുപാതിക സ്ഥിരം. ഇവിടെയാണെങ്കിലോ ഇതിനെ കിട്ടാൻ നമുക്ക് പെരിമീറ്റർ കിട്ടാൻ ഇതിനെന്ത് ചെയ്യണം? നമ്മൾ ഇതിനെ 4 കൊണ്ട് ഗുണിക്കണം അല്ലേ? 4 കൊണ്ട് ഗുണിച്ചു. അപ്പോൾ ഇവിടെ ഈ 4 എന്ത്? ആനുപാതിക സ്ഥിരം. അപ്പോൾ ഇവിടെ ആനുപാതിക സ്ഥിരം എത്രയാണ്? പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് എത്രയാണ്? 2നെ 1 കിട്ടാൻ നമ്മൾ എന്താ ചെയ്തത്? 2/2 അല്ലേ? അല്ലെങ്കിൽ 2നെ 1/2 കൊണ്ട് ഗുണിച്ചു അല്ലേ? 2/2 എന്ന് പറഞ്ഞതും 2 × 1/2 എന്ന് പറഞ്ഞൊക്കെ സെയിം തന്നെയാണ് അല്ലേ? നമുക്കറിയാം. അപ്പോൾ നമ്മൾ എന്താണ് ഇവിടെ നോക്കിയാൽ 2നെ 1/2 കൊണ്ട് ഗുണിച്ചപ്പോൾ 1 കിട്ടി. ഇനി 12നെ 1/2 കൊണ്ട് ഗുണിച്ചപ്പോൾ എത്ര കിട്ടി? 6 കിട്ടി അല്ലേ? ഇനി നമുക്ക് 20നെ 1/2 കൊണ്ട് ഗുണിച്ചപ്പോൾ എത്ര കിട്ടി? നമുക്ക് 10 കിട്ടി. അപ്പോൾ ഇവിടുത്തെ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് എന്താണ്? 1/2. ഇനി നമുക്ക് വേണമെങ്കിൽ മറ്റൊരു ഉദാഹരണം കൂടി നോക്കാം. ഇപ്പോൾ ഒരു സർക്കിൾ, നമ്മൾ സർക്കിളിനെ കുറിച്ചൊക്കെ നന്നായി പഠിച്ചിട്ടുണ്ട് അല്ലേ? ഒരു സർക്കിൾ, അതിൻ്റെ റേഡിയസ് 6. ഇപ്പോൾ നമുക്ക് റേഡിയസ് 6 അല്ല, റേഡിയസ് 1 സെൻറ്റിമീറ്റർ ആണെന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്കിവിടെ റേഡിയസ് 6 1 സെൻറ്റിമീറ്റർ ആണെങ്കിൽ അതിൻ്റെ പെരിമീറ്റർ ചുറ്റളവ് എത്ര വരും? പെരിമീറ്റർ ചുറ്റളവ് നമ്മൾ പഠിച്ചല്ലോ 2πr അല്ലേ? 2πr. അപ്പോൾ 2π × r അല്ലേ? r എന്ന് പറഞ്ഞാൽ 1. ഇനി ഈ റേഡിയസ് 2 സെൻറ്റിമീറ്റർ ആണെങ്കിലോ? ഇവിടെ 2 സെൻറ്റിമീറ്റർ ആണെങ്കിൽ പെരിമീറ്റർ എന്ത് വരും? 2πr. 2π × r 2. ഇനി 3 സെൻറ്റിമീറ്റർ ആണെങ്കിൽ, റേഡിയസ് 3 ആണെങ്കിൽ 2πr അല്ലേ? 2π × r 3. അപ്പോൾ ഇവിടെ നോക്കിയാൽ റേഡിയസിന് പ്രൊപ്പോർഷണൽ ആയിട്ടാണ് ഈ പെരിമീറ്റർ മാറുന്നത് അല്ലേ? റേഡിയസ് 1 ആണെങ്കിൽ 2π × 1 2π, 2 ആണെങ്കിൽ 2π × 2, 3 ആണെങ്കിൽ 3π × 2 അല്ലെ? 3 അല്ലേ? അപ്പോൾ ഇവിടെ നോക്കിയാൽ ഈ റേഡിയസിനെ നാം എന്തുകൊണ്ട് ഗുണിക്കുന്നു? 2π കൊണ്ട് ഗുണിക്കുന്നു അല്ലേ? അപ്പോൾ 2π മടങ്ങാണ്. അത് 2π കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് റേഡിയസ് എത്രയായാലും അതിനെ 2π കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? അതിൻ്റെ പെരിമീറ്റർ കിട്ടും. അപ്പോൾ ഇവിടുത്തെ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ഏതാണ്? 2π. അപ്പോൾ അത് നമുക്ക് കണ്ടുപിടിക്കാൻ മറ്റൊരു മാർഗ്ഗം. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാം അല്ലേ? ഇനി അതല്ലെങ്കിൽ 2 അളവുകൾ നമുക്ക് എക്സും വൈ ആണെന്ന് വിചാരിക്കുക. ഒരളവ് എക്സും ഒരളവ് വൈയും. ഉദാഹരണത്തിന് നമുക്ക് ലെങ്ത് എക്സ് ആണെന്ന് വിചാരിക്കുക. എക്സ് നമ്മൾ ഈ മാറിക്കൊണ്ടിരിക്കുന്ന അളവ് അല്ലേ? അപ്പോൾ ബ്രെഡ്ത്ത് നമുക്ക് വൈ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ വൈയെ, അതായത് മാറിക്കൊണ്ടിരിക്കുന്നത് വൈ ആണ് അല്ലേ? അപ്പോൾ വൈ അതിപ്പോൾ പ്രൊപ്പോർഷണൽ കോൺസ്റ്റന്റ് ഇപ്പോൾ നമുക്ക് കെ ആണെന്ന് വിചാരിക്കുകയാണെങ്കിൽ k = y/x. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഇവിടെ y എത്രയാണ്? 1 അല്ലേ? 1/x എത്രയാണ്? 2. അപ്പോൾ 1/2. ഇതാണ് ഇവിടുത്തെ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാൽ തന്നെ ഒറ്റയടിക്ക് മനസ്സിലാവും അല്ലേ? 1/2 ആണെന്ന്. അപ്പോൾ അതെങ്ങനെ കിട്ടുക? നമുക്ക് y-നെ x കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നോക്കിയാൽ 10നെ 20 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 10/20 എന്ന് പറഞ്ഞാൽ 1/2. ഇനി 6/12 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1/2 തന്നെ. ക്ലിയർ ആയില്ലേ? ഇനി ഇവിടെ നോക്കിയാൽ ഇവിടെ സൈഡ് നമുക്ക് എക്സ്, പെരിമീറ്റർ വൈ. അപ്പോൾ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് നോക്കിയാൽ എങ്ങനെ വരും? y/x അല്ലേ? y എത്രയാണ്? 4. 4/x 1. 4/1 അതായത് 4 തന്നെ അല്ലേ? ഇനി നോക്കിയാൽ അല്ലെങ്കിൽ 8/2. 8/2 എന്ന് പറഞ്ഞാലും 4 തന്നെ. അല്ലെങ്കിൽ 12/3 അങ്ങനെ പറഞ്ഞാൽ 4 തന്നെ. ക്ലിയർ ആയില്ലേ? അപ്പോൾ അങ്ങനെയാണ് നമ്മൾ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് കണ്ടുപിടിക്കുക, y/x. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളിത് കണ്ടുപിടിക്കുക. പിന്നെ നമ്മൾ സാധാരണ നമ്മൾ എഴുതാനൊക്കെ മറ്റും ഉപയോഗിക്കുന്ന A4 ഷീറ്റ് ഉണ്ട് അല്ലേ? A4 ഷീറ്റ് നമ്മളെപ്പോഴും കടയിൽ നിന്നൊക്കെ വാങ്ങും. A4 ഷീറ്റ് വാങ്ങാറുണ്ട്. നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് നമ്മൾ A4 ഷീറ്റ് തന്നെയാണ്. ഈ A4 ഷീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് വലിയൊരു പേപ്പർ, അതായത് ഈ സൈസിന് നാം പറയും A0 സൈസ് എന്ന് പറയാം. A0. ഈ A0 സൈസിനെ 2 മുറിച്ച് കഴിഞ്ഞാൽ, 2 ഡിവൈഡ് കഴിഞ്ഞാൽ നാം അതിനെന്ത് പറയും? അതിലൊരു പീസിനെ A1 എന്ന് പറയും. A1 സൈസ്. മനസ്സിലായോ? അപ്പോൾ ഇതും A1 ഇതും A1. ഇനി നമ്മൾ അതിൽ A1 ഷീറ്റിനെ നമ്മൾ വീണ്ടും ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നാം ഇതിനെന്ത് പറയും? A2 എന്ന് പറയും. ഇത് A2 സൈസായിപ്പോൾ. മനസ്സിലായില്ലേ? ഇനി A2 സൈസിനെ നമ്മൾ വീണ്ടും ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ, അതിൻ്റെ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിനെ A3 സൈസ് എന്നാ പറയാം.
ഇപ്പം 2A3 കിട്ടി അല്ലേ. ഇനി A3യെ വീണ്ടും നമ്മളിങ്ങനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് എന്ത് കിട്ടുക, A4 ഷീറ്റ് കിട്ടുക. അപ്പോൾ നമുക്ക് നാം ഈ ഉപയോഗിക്കുന്ന A4 ഷീറ്റിൻ്റെ വലിപ്പം നോക്കിയേ. അപ്പോൾ ഇത്രയും വലിയ ഒരു പേപ്പറിൽ നിന്നാണ് നമ്മളെ A4 ഷീറ്റ് ഇങ്ങനെ കിട്ടുന്നത്. മനസ്സിലായില്ലേ? ഇനി നമ്മൾ ഇതിൽ ഏത് സൈസ് എടുത്താലും, A0 എടുത്താലും, A1 എടുത്താലും, A2 എടുത്താലും, A3 എടുത്താലും, A4 എടുത്താലും, ഏത് എടുത്താലും ഇവയുടെ നീളവും വീതിയും തമ്മിൽ ഒരു ബന്ധമുണ്ട്. വീതിയുടെ, ഇപ്പോൾ വീതി എടുക്കുകയാണെങ്കിൽ വീതിയുടെ √2 ടൈംസ്, അതായത് √2 ഇരട്ടിയായിരിക്കും നീളം വരിക. അത് നമ്മൾ ഏതെടുത്താലും, A4 എടുത്തു കഴിഞ്ഞാലും ഇതിൻ്റെ വീതി എത്രയാണോ അതിനെ നമുക്ക് √2 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ ഇത് കിട്ടും, ഈ നീളം കിട്ടും. ഇനി A3 ഷീറ്റ് എടുത്താലും ഇങ്ങനെ തന്നെ, അല്ലെങ്കിൽ A0 എടുത്താലും ഇങ്ങനെ തന്നെ. അപ്പം എപ്പോഴും വീതിയുടെ √2 ടൈംസ് ആണ് എന്ത്, ഇതിൻ്റെ നീളം. ക്ലിയർ ആയില്ലേ? അപ്പം അവിടെ നമ്മുടെ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ഏതായിരിക്കും? വീതിയെ √2 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് നീളം കിട്ടും അല്ലേ. അപ്പോൾ ഏതായിരിക്കും പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ്? √2. അപ്പോൾ ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ നമ്മൾ പേജ് നമ്പർ 226 അപ്പോൾ നമുക്ക് അതൊന്ന് ചെയ്തു നോക്കാം. അപ്പോൾ എന്താണ് നമ്മുടെ ചോദ്യം നോക്കിയാൽ, ഇൻ ഈച്ച് ഓഫ് ദി ഇൻസ്റ്റൻസ് ബിലോ ഷോ ദാറ്റ് ദി സെക്കൻഡ് ക്വാണ്ടിറ്റി ചേഞ്ചസ് പ്രൊപ്പോർഷണലി വിത്ത് റെസ്പെക്ട് ടു ദി ഫസ്റ്റ്. ഓൾസോ ഫൈൻഡ് ദി പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ഇൻ ഈച്ച്. അതായത് എന്താണ് പറഞ്ഞിട്ടുള്ളത്, നമുക്ക് താഴെ കുറച്ച് എന്ത് തന്നിട്ടുണ്ട്, അളവുകൾ തന്നിട്ടുണ്ട്. ഈ അളവുകൾ, 2 അളവുകളിൽ ഒരു അളവിന് പ്രൊപ്പോർഷണൽ ആയിട്ടാണ് മറ്റേ അളവ് മാറുന്നത് എന്ന് നമ്മൾ എന്ത് ചെയ്യണം, അത് നമ്മൾ പ്രൂവ് ചെയ്യണം. മാത്രമല്ല ഓൾസോ ഫൈൻഡ് ദി പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ഇൻ ഈച്ച്. അത് മാത്രമല്ല നമ്മളോട് എന്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്, പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ്, അതായത് ആനുപാതിക സ്ഥിരം കണ്ടുപിടിക്കാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 2 അളവുകൾ തന്നിട്ടുണ്ട്. ഇവിടെ എന്താണ് ആദ്യത്തെ അളവ് എന്താണ്, ദി ലെങ്ത് ഓഫ് സൈഡ്സ് ഓഫ് സ്ക്വയേഴ്സ് ആൻഡ് ദയർ പെരിമീറ്റേഴ്സ്. സമചതുരങ്ങളുടെ വശങ്ങളുടെ നീളവും പിന്നെയോ അതിൻ്റെ പെരിമീറ്ററും അത് പ്രൊപ്പോർഷനാണോ എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ക്വയർ. ഈ സ്ക്വയറിന് ഇപ്പോൾ നീളം 1 സെൻറ്റിമീറ്റർ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ വീതിയും 1 സെൻറ്റിമീറ്റർ ആണ് അല്ലേ. നമുക്കിതിൻ്റെ സൈഡ് നേരത്തെ ചെയ്ത പോലെ തന്നെ ഇപ്പോൾ 1 സെൻറ്റിമീറ്റർ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ 1 സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ ഒരു വശത്തിൻ്റെ നീളമെങ്കിൽ അതിൻ്റെ പെരിമീറ്റർ, അതായത് അതിൻ്റെ ചുറ്റളവ് എത്ര വരും? നമ്മൾ മുമ്പ് പറഞ്ഞല്ലേ, 4A ആണ്. 4 × A, അതായത് 4 × 1. 4 × 1 എന്ന് പറഞ്ഞാൽ 4 സെൻറ്റിമീറ്റർ. ഇനി സൈഡ് നമുക്കൊരു വേറെ ഒരു അളവ് കൊടുത്ത് നോക്കാം. പല അളവ് കൊടുക്കാനാണ് അവർ പറഞ്ഞത് അല്ലേ. അപ്പോൾ ഒന്നിന് പകരം നമ്മളൊരു 5 സെൻറ്റിമീറ്റർ ആണ് ഈ സൈഡ്. അങ്ങനെയാണ് പെരിമീറ്റർ എത്ര വരും? 4A അല്ലേ, അതായത് 4 × 5. അപ്പോൾ 4 × 5, അതായത് 4 20 സെൻറ്റിമീറ്റർ ഒന്ന്. ഇനി ഒരു 10 സെൻറ്റിമീറ്റർ ആണ് അതിൻ്റെ ഒരു വശത്തിൻ്റെ നീളമെങ്കിൽ പെരിമീറ്റർ 4 × 10, അതായത് 40 സെൻറ്റിമീറ്റർ കിട്ടി. ഇനി എത്രയായിക്കോട്ടെ, നാം കൊടുക്കുന്ന ഒരു സൈഡിൻ്റെ അളവ് ഇപ്പോൾ X സെൻറ്റിമീറ്റർ ആണെന്ന് വിചാരിക്കുക. ഈ നമ്മൾ 1, 2, 10 എന്നൊക്കെ പറയുന്ന പോലെ X ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ പെരിമീറ്റർ എത്രയായിരിക്കും? X എത്രയാണോ അതിനെ നമ്മൾ 4 കൊണ്ട് ഗുണിക്കണം അല്ലേ, അതായത് 4 × X അല്ലേ, അതായത് 4X. ഇനി നമുക്ക് നോക്കിയാൽ ഇവ തമ്മിലുള്ള റേഷ്യോ നമുക്കറിയാം. റേഷ്യോ എന്താണ്? റേഷ്യോ തുല്യമായി കഴിഞ്ഞാൽ അല്ലേ, അല്ലെങ്കിൽ അംശബന്ധം കോൺസ്റ്റന്റ് ആയി കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുക, പ്രൊപ്പോർഷൻ ആണ് അല്ലെങ്കിൽ ഒരേ അനുപാതത്തിലാണെന്ന് പറയുക. അപ്പോൾ ഇവിടെ നമുക്ക് റേഷ്യോ നോക്കിയാൽ 1 സൈഡ് 1 ആയപ്പോൾ പെരിമീറ്റർ 4 അല്ലേ, അതായത് 1:4. ഇനി പെരിമീറ്റർ 5 ആയപ്പോൾ സൈഡ് 5 ആയപ്പോൾ പെരിമീറ്റർ 20, അപ്പോൾ 5:20. ഇനി ഇവിടെ 10 ആയപ്പോൾ 40, അപ്പോൾ 10:40. നമ്മൾ X കൊടുത്തപ്പോഴോ 4X. ഇതാണ് ഇവ തമ്മിലുള്ള അംശബന്ധം അല്ലേ. അപ്പോൾ നമുക്ക് 1:4 എന്ന് നമുക്കതിനെ ചെറുതാക്കാൻ കഴിയില്ല, അങ്ങനെ തന്നെ കിടന്നോട്ടെ. 5:20 നമുക്കറിയാം ഏറ്റവും ചെറിയ രൂപത്തിൽ എഴുതേണ്ടത് അല്ലേ അംശബന്ധം, നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 5:20 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? രണ്ടിനെയും നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ 5നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1:20നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 4. ഇനി ഇവിടെ നോക്കി ഇതേപോലെ 10:40. ഇവിടെയും നമുക്ക് എന്ത് ചെയ്യാം?
10നെ നമുക്ക് 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലേ, ഇതിനെയും 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ആ 10നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1:40, 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 4. ഇനി ഇവിടെ നോക്കിയാൽ x:4x അല്ലേ, അതായത് നോക്കിയാൽ ഇവിടെയും എക്സ് ഉണ്ട് ഇവിടെയും എക്സ് ഉണ്ട്. അപ്പോൾ 2x നമുക്ക് എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്ത് കളയാം. ബാക്കി ഇവിടെ എത്ര ഉണ്ട്, 1:4. അപ്പോൾ ഇവിടെ നോക്കിയേ നമ്മുടെ റേഷ്യോകൾ എന്താണ്, ഈക്വൽ ആണ് അല്ലേ. അപ്പോൾ റേഷ്യോ ഇവിടെ ഈക്വൽ ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഒരു സ്ക്വയറിൻ്റെ വശവും അതിൻ്റെ പെരിമീറ്ററുകളും എന്താണ്, ഒരേ അനുപാതത്തിലാണ്. അപ്പോൾ എഴുതാം, സിൻസ് ദി റേഷ്യോ ഈസ് സെയിം, അല്ലെങ്കിൽ സിൻസ് ദി റേഷ്യോ ഈസ് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ദി പെരിമീറ്റർ ചേഞ്ചസ് പ്രപ്പോർഷണലി വിത്ത് റെസ്പെക്ട് ടു ദി സൈഡ്സ് ഓഫ് ദി സ്ക്വയർ. അങ്ങനെ എഴുതി വെക്കാം. ഈ മലയാളം മീഡിയക്കാരൻ എഴുതണം, റേഷ്യോ സെയിം ആയതുകൊണ്ട് ഒരു സമചതുരത്തിൻ്റെ ചുറ്റളവ് പെരിമീറ്റർ, അതായത് ചുറ്റളവ് വശത്തിൻ്റെ നീളത്തിന് ആനുപാതികമായാണ് മാറുന്നത്. ഇനി നമ്മളോട് ചോദിച്ചിട്ടുണ്ട് ഇതിൻ്റെ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് എത്രയാണ്. അപ്പോൾ നമുക്കിവിടെ ഒറ്റയടിക്ക് നോക്കിയാൽ തന്നെ അറിയാം പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് എന്താണ്. നാം നേരത്തെ പറഞ്ഞിട്ടുണ്ട് അല്ലേ, ഇവിടെ 4 കൊണ്ട് ഗുണിക്കുന്നു, ഇവിടെ 4 കൊണ്ട് ഗുണിക്കുന്നു, 4 കൊണ്ട് ഗുണിക്കുന്നു, 4 കൊണ്ട് ഗുണിക്കുന്നു. അപ്പോൾ ഏതാണ് പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ്, 4 അല്ലേ. അത് നമുക്ക് ഒറ്റയടിക്ക് നോക്കിയാൽ അറിയാം. അതല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ എങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുക, സൈഡ് എക്സും പെരിമീറ്റർ രണ്ടാമത്തെ മാറുന്ന അളവ് നമുക്ക് വൈയും കൊടുക്കുകയാണെങ്കിൽ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതുവരും നമ്മൾ, കോൺസ്റ്റന്റ് ഈസ് ഈക്വൽ ടു, അതായത് ആനുപാതിക സ്ഥിരം ഈസ് ഈക്വൽ ടു എന്താ എഴുതാം, y/x ഈക്വൽ ടു y എത്രയാണ് ഇവിടെ ആദ്യത്തെ എടുത്ത് നോക്കിയാൽ 4/x 1. അപ്പം 4/1 ഈക്വൽ ടു 4. അപ്പോൾ എന്താണ് നമ്മുടെ രണ്ടാമത്തെ ചോദ്യം, ദി ലെങ്ത്സ് ഓഫ് വയേഴ്സ് ബെൻഡ് ഇൻ ടു സ്ക്വയേഴ്സ് ആൻഡ് ദി ലെങ്ത്സ് ഓഫ് ദി സൈഡ്സ് ഓഫ് ദി സ്ക്വയേഴ്സ്. എന്താണ് പറ്റുള്ളത്, അതായത് പല അളവുകളിലുള്ള അല്ലെങ്കിൽ പല നീളത്തിലുള്ള കമ്പികൾ നമ്മൾ ഈ ബെൻഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ വളച്ചിട്ട് നമ്മൾ സ്ക്വയർ ഉണ്ടാക്കുമ്പോൾ അല്ലേ, സ്ക്വയർ ഉണ്ടാക്കുന്നു. അപ്പോൾ എന്താണ്, ഏത് തമ്മിലുള്ള ബന്ധമാണ് എഴുതേണ്ടത്, ഈ കമ്പിയുടെ നീളവും പിന്നെ നാം ഉണ്ടാക്കുന്ന സ്ക്വയറുകൾ ഉണ്ടാക്കുന്നുണ്ടല്ലോ അത് ഉപയോഗിച്ചുകൊണ്ട് ആ സ്ക്വയർ ഉണ്ടാക്കുന്ന ആ സ്ക്വയറിൻ്റെ വശത്തിൻ്റെ നീളവും അവ ഒരേ അനുപാതത്തിലാണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അങ്ങനെ ഒരേ അനുപാതത്തിലാണെങ്കിൽ അതിൻ്റെ ആനുപാതിക സ്ഥിരം ഏതാണ് എന്നും പറയണം. അതായത് ഇപ്പോൾ നോക്കിയാൽ, ഇപ്പോൾ ഇതൊരു കമ്പി നീളത്തിലൊരു കമ്പി, അപ്പോൾ ഇത് വളച്ചിട്ട് നമ്മൾ ആദ്യം ഒരു എന്തുണ്ടാക്കി, ഒരു സ്ക്വയർ ഉണ്ടാക്കി, കമ്പി വളച്ചിട്ട് സ്ക്വയർ ഉണ്ടാക്കി. അപ്പോൾ പല അളവിലുള്ള പല നീളത്തിലുള്ള കമ്പികൾ വളച്ചിട്ടാണ് നമ്മൾ സ്ക്വയറുകൾ ഉണ്ടാക്കുന്നത്, മനസ്സിലായോ. അപ്പോൾ ഈ കമ്പിയുടെ നീളവും ഈ സ്ക്വയറിൻ്റെ നീളവും തമ്മിലുള്ള ബന്ധമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ നമ്മൾ ആദ്യം എടുക്കുന്ന കമ്പി, ഇപ്പം നമുക്ക് ലെങ്ത് ഓഫ് വയറിൻ്റെ നീളം നമ്മളിപ്പോൾ ആദ്യം എടുത്ത് ഇപ്പോൾ ഒരു 8 സെൻറ്റിമീറ്റർ നീളമുള്ള വയറാണ് നമ്മൾ ആദ്യം എടുത്തത്. അത് ഉപയോഗിച്ചുകൊണ്ട് നമ്മളൊരു സ്ക്വയർ ഉണ്ടാക്കി ഇല്ലേ. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഈ സ്ക്വയറിൻ്റെ ഒരു സൈഡ് എത്രയായിരിക്കും, സ്ക്വയറിൻ്റെ ഒരു സൈഡ് എത്രയായിരിക്കും, നമുക്കറിയാം ഇതിന് വളച്ചിട്ടല്ല, ഇത് സ്ക്വയറാണ്, 4 വശം ഈക്വലാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ 8നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി അല്ലേ. അപ്പോൾ 8നെ നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, 8/4, അതായത് 2 സെൻറ്റിമീറ്റർ. ഇനി ഞാൻ വേറൊരു കുറച്ചുകൂടി നീളമുള്ളൊരു കമ്പി എടുക്കുകയാണ്, ഒരു 20 സെൻറ്റിമീറ്റർ നീളമുള്ളൊരു കമ്പിനെ അടുത്തെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ സൈഡ് എത്ര വരും, സൈഡ് നമുക്ക് കിട്ടണമെങ്കിൽ 20നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി അല്ലേ. 20/4 ഈക്വൽ ടു 5 സെൻറ്റിമീറ്റർ ആയിരിക്കും നമുക്ക് കിട്ടുന്ന സ്ക്വയറിൻ്റെ ഒരു വശത്തിൻ്റെ നീളം അല്ലേ. ഞാൻ നോക്കിയാൽ ഒരു 100 സെൻറ്റിമീറ്റർ വലിയൊരു കമ്പി എടുത്തു, ഒരു 100 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു കമ്പിയാണ് എടുത്തത്. എന്നിട്ടത് വളച്ചിട്ട് ഒരു സ്ക്വയർ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വശത്തിൻ്റെ നീളം എത്രയായിരിക്കും, 100നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി അല്ലേ. അപ്പോൾ എത്ര വരും, 25 സെൻറ്റിമീറ്റർ. ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക. ഇനി നമുക്ക് ലെങ്ത് ഓഫ് വയറും ഈ സൈഡും തമ്മിലുള്ള ഈ അംശബന്ധം റേഷ്യോ എങ്ങനെ വരും നോക്കിയാൽ, ഇവ തമ്മിലുള്ള റേഷ്യോ എന്തായിരിക്കും, റേഷ്യോ വരിക 8 അല്ലേ. നാം 8 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു വയർ എടുത്തപ്പോൾ നമുക്ക് ഒരു സൈഡ് കിട്ടിയത് 2. 20 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു വയർ എടുത്തപ്പോൾ നമുക്ക് കിട്ടിയത് 5 സെൻറ്റിമീറ്റർ നമ്മുടെ സ്ക്വയറിൻ്റെ നീളം. ഇനി 100 സെൻറ്റിമീറ്റർ എടുത്തപ്പോഴോ നമുക്ക് കിട്ടിയത് 25. അപ്പോൾ 100:25. ഇനി നോക്കിയാൽ ഞാൻ x സെൻറ്റിമീറ്റർ
അതിൻ്റെ സൈഡ് എത്ര ഉണ്ടായിരിക്കും? ഇവിടെ 100/4 പകരം എക്സ് ബൈ ഇത് എത്രയായാലും അതിനെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി അല്ലേ? x/4. ഇവിടെ അംശബന്ധം എന്ത് വരും? x/4. ഇനി ഇവിടെ നോക്കിയാൽ 8:2 അല്ലേ? 8:2 നമുക്കൊന്നും കൂടി ചെറുതാക്കാമല്ലോ. 2നെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലേ? അപ്പോൾ നമുക്കിവിടെ 4:1 കിട്ടി. ഇനി ഇവിടെയോ 20:5. ഇവിടെ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം 2നെയും അല്ലേ? അപ്പോൾ നമുക്ക് 20നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 4, 5നെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 1. അപ്പോൾ അവിടെ നമുക്ക് 4:1 കിട്ടി. ഇനി ഇവിടെ നോക്കിയാൽ 100:25 അല്ലേ? 100നെ നമുക്ക് 25 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 25നെയും 25 ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് അവിടെയും നമുക്ക് 4:1 തന്നെ കിട്ടി. ഇനി ഇവിടെ നോക്കിയാൽ x/4 അല്ലേ? ഇവിടെ നമുക്ക് ക്രോസ് ആയിട്ട് ഇങ്ങനെ മൾട്ടിപ്പിൾ ചെയ്യാൻ അറിയാം നമുക്ക് അല്ലേ? അപ്പോൾ x/4 എന്ന് വെച്ചാൽ 4x, x ഇവിടെ 1 അല്ലേ? അതായത് 4x 4x എന്ന് പറയും. മനസ്സിലായില്ലേ? അതായത് 4x. അപ്പോൾ നമുക്കിവിടെ ഈ എക്സിനെയും ക്യാൻസൽ ചെയ്ത് പോയി. അപ്പോൾ ബാക്കി എന്ത് വരും? 4:1. അപ്പോൾ ഇവിടെയും നമുക്ക് എന്ത് വന്നു? 4:1. അപ്പോൾ ഇവിടെ നോക്കിയേ, ഈ റേഷ്യോ എന്താണ്? സെയിം ആണ് അല്ലേ? റേഷ്യോക്ക് ഒരു വ്യത്യാസമില്ല. 4:1 അങ്ങനെ പോകുന്നു. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ലെങ്ത് ഓഫ് ദി വയറും ഇതിൻ്റെ സൈഡും എന്താണ്? ഒരേ അനുപാതത്തിലാണ്. സിൻസ് ദി റേഷ്യോ ഈസ് സെയിം, the length of the side of the square changes proportionally അല്ലേ? proportionally with respect to the ലെങ്ത് ഓഫ് ദി വയർ. അതായത് ഒരേ അംശബന്ധമായതിനാൽ സമചതുരത്തിൻ്റെ വശങ്ങൾ കമ്പിയുടെ നീളത്തിന് ആനുപാതികമായാണ് മാറുന്നത്. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ്, ആനുപാതിക സ്ഥിരം. പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് നമുക്കിവിടെ തന്നെ ഒറ്റയടിക്ക് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ? ഇവയ്ക്ക് 8നെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 2 കിട്ടി. അപ്പോൾ 8/4 എന്ന് പറഞ്ഞാൽ എന്താണ്? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സീക്വൽ ടു 8 × 1/4 അല്ലേ? 8/4 എന്ന് പറഞ്ഞാൽ 8 × 1/4 രണ്ടും ഒന്ന് തന്നെയാണ് അല്ലേ? അപ്പോൾ നമ്മളിവിടെ 8നെ 1/4 കൊണ്ട് ഗുണിക്കുന്നു, അതല്ലെങ്കിൽ 20നെ 1/4 കൊണ്ട് ഗുണിക്കുന്നു, അതല്ലെങ്കിൽ 100നെ 1/4 കൊണ്ട് ഗുണിക്കുന്നു. അപ്പോഴാണ് നമുക്ക് ഈ സ്ക്വയറിൻ്റെ ഒരു വശത്തിൻ്റെ നീളം കിട്ടുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് എന്താണ്? 1/4. ഇനി അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചെയ്യുകയാണെങ്കിലോ, ഈ ലെങ്ത് ഓഫ് ദി വയർ എക്സ്, സൈഡിൻ്റെ നീളം സൈഡിന് നമുക്ക് y എന്ന് കൊടുക്കാം അല്ലേ? അപ്പോൾ പ്രൊപ്പോർഷണൽ കോൺസ്റ്റന്റ് k ഈക്വൽ ടു എന്ത് വരും? y/x. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. y എത്രയാണ്? y നമുക്ക് കിട്ടിയത് 2 അല്ലേ? അപ്പോൾ 2/x എത്രയാണ്? 8. 2/8 അതായത് 1/4.